തൃശൂർ കൊരട്ടിയിൽ ഗൃഹനാഥൻ മരിച്ച നിലയിൽ കൊരട്ടി സ്വദേശി ജോയിയാണ് മരിച്ചത്. കൊലപാതകമാണ് എന്ന് സംശയമുണ്ട്. മകൻ ക്രിസ്റ്റി കസ്റ്റഡിയിലായിട്ടുണ്ട്. റാഫി കരീം വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുകയാണ്. റാഫി, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇങ്ങനെ മകനെ കസ്റ്റഡിയിലെടുക്കുന്ന നിലയിലേക്ക് പോലീസ് പോയത് എന്തുകൊണ്ടാണ്? എന്താണ് പോലീസ് ഇത് സംബന്ധിച്ച് കൂടുതലായി അറിയിക്കുന്നത്? റാഫി, ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊരട്ടിയിലെ വീട്ടിൽ വെച്ചാണ് കാര്യാട്ടിൽ വീട്ടിൽ ജോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ മകനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ മകൻ മദ്യപിച്ചെത്തി ഈ അച്ഛനുമായി വഴക്കുണ്ടാക്കാറുണ്ട്. ഇവർ പതിവായി ഇത്തരത്തിൽ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയും അച്ഛനെ മകൻ മർദ്ദിക്കാറുമുണ്ട്. ഇന്നലെയും സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് അയൽവാസികളിൽ നിന്ന് ലഭിച്ച വിവരം. ഈ മദ്യപിച്ചെത്തിയ മകൻ ഇന്നലെ ഈ പിതാവായ ജോയിയെ മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഈ ജോയിയുടെ ശരീരത്തിൽ മുറിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടുകൂടിയാണ് മകനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇന്ന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക. ഈ പ്രാഥമിക നിഗമനത്തിൽ ഇത് ഒരു കൊലപാതകം തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മകനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മകൻ മാത്രമാണ് ഈ സംഭവം നടക്കുന്ന സമയത്തിൽ വീട്ടിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴികൾ. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മകൻ തന്നെയാണ് ഈ കൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏറെ നിർണായകമായിരിക്കും. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇന്ന് പൂർത്തിയാകും. തുടർന്നായിരിക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യത്തിലേക്ക് പോലീസ് പോവുക. കൊലപാതകം എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണവും പോസ്റ്റ്മോർട്ടം നടപടികൾക്കും ഇൻക്വസ്റ്റും പൂർത്തിയായതിനു ശേഷമായിരിക്കും ഉണ്ടാവുക. റാഫി കരീം തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.